നമസ്കാരം. കടക്കണിയിൽ നട്ടം തിരിയുന്ന സംസ്ഥാന സർക്കാർ നിർണായകമായ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കേന്ദ്രത്തെ പഴിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി കടക്കണിയിൽ നിന്ന് കരകയറാനുള്ള മാർഗങ്ങൾ പരിശോധിക്കുകയാണ് സർക്കാർ. ഇപ്പോഴിതാ സർക്കാർ സേവനങ്ങളുടെ ഫീസ് കൂട്ടാൻ ധനവകുപ്പ് ഒരുങ്ങുകയാണ്. സർക്കാർ സേവനങ്ങൾക്ക് ഫീസ് കൂട്ടാനുള്ള നീക്കം സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ്. എല്ലാത്തരം സേവനങ്ങൾക്കും ഫീസുകൾ കൂട്ടാൻ ധനവകുപ്പ് മറ്റ് വകുപ്പുകൾക്ക് അനുമതി നൽകി കഴിഞ്ഞു. 26-ന് മുൻപ് അതത് വകുപ്പുകൾ ഉത്തരവിറക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം വിദ്യാർത്ഥികളെയും അതേപോലെ തന്നെ പട്ടികജാതി വർഗ വിഭാഗങ്ങളെയും ബാധിക്കുന്ന ഫീസുകൾ കൂട്ടരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റിനങ്ങളിൽ ഏതിലൊക്കെ എത്ര കൂട്ടണമെന്ന് അതത് വകുപ്പ് മേധാവികൾക്ക് തീരുമാനിക്കാം. വകുപ്പുകളുടെ ഉത്തരവുകൾ ഇറങ്ങിയാലേ അധിക ബാധ്യത വ്യക്തമാകൂ. 6 മാസത്തിനകം എന്തിനും വർധന വരുത്താം എന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളും സർക്കാരിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ഫീസുകൾ കൂട്ടേണ്ടതുണ്ട്. ഇനിയും എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ കാര്യങ്ങൾ തകിടം മറിയുമെന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ സർക്കാരിന്റെ പോംവഴി ജനത്തെ പിഴിഞ്ഞുകൊണ്ടുള്ളതാണ് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തെത്തി എന്നതാണ് ഏറ്റവും അടിവരയിട്ട് പറയേണ്ട കാര്യം. സാധാരണക്കാരന്റെ വലിയ പ്രതീക്ഷയായിരുന്ന ക്ഷേമ പെൻഷൻ പോലും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. കേന്ദ്രത്തെ ആശ്രയിക്കാതെ സ്വന്തമായി കൂടുതൽ വരുമാനം കണ്ടെത്താൻ സർക്കാർ ശക്തമായ നീക്കങ്ങളിലേക്ക് കടക്കേണ്ടത് ഏറ്റവും വലിയ അനിവാര്യതയായി മാറിക്കഴിഞ്ഞു. പദ്ധതി ചെലവ് കുറച്ചുകൊണ്ട് നികുതി പിരിവ് ഊർജിതമാക്കാനുള്ള തയ്യാറെടുപ്പുകളും പുരോഗമിക്കുകയാണ്. സേവന നിരക്ക് കൂട്ടാനുള്ള നീക്കങ്ങൾ വലിയ അടി തന്നെയാണ് ജനങ്ങളിൽ ഏൽപ്പിച്ചത് എന്നതും എടുത്തു പറയണം. നിരവധി മേഖലകളിൽ കുടിശ്ശിക കുമിഞ്ഞ ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ വരുമാനം കൂട്ടേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. 20,000 കോടിയെങ്കിലും അധികം കണ്ടെത്തേണ്ടതുണ്ട്. സാമ്പത്തിക പാക്കേജോ വായ്പാ പരിധിയിൽ ഇളവോ കിട്ടുകയാണെങ്കിൽ അതുവഴി പകുതി തുകയെങ്കിലും കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ. 15,000 കോടിയാണ് വായ്പാ പരിധിയിൽ ശേഷിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾക്ക് ഈടാക്കുന്ന ഫീസ് കൂട്ടുന്നതിലൂടെ ഒരു പോംവഴി കണ്ടെത്താം എന്നതാണ് ഇപ്പോഴത്തെ ഒരു നീക്കം. ഇതുവഴി പരമാവധി കിട്ടുക 300 കോടിയിൽ താഴെയാണെന്നും പറയുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്നതിനിടെ വരുമാനം കൂട്ടാൻ മന്ത്രിസഭയെടുത്ത തീരുമാനത്തെ ജനം എങ്ങനെ സ്വീകരിക്കുമെന്നതാണ് ഇനി കാണേണ്ടത്. അതിനിടെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് കെ സുരേന്ദ്രൻ രംഗത്തെത്തി. കേരളത്തിന്റെ വിദേശകാര്യ സെക്രട്ടറിയായി കെ വാസുകി IAS നിയമിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കത്തിക്കയറിയത്. വിദേശകാര്യ വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലുള്ളതാണ്. അതിൽ കയറി ഇടപെടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം ദുസ്സൂചനയാണ് നൽകുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളം സ്വതന്ത്ര രാജ്യമാണെന്ന് പിണറായി വിജയൻ കരുതുന്നത് നേരത്തെ തന്നെ UAE കോൺസുലേറ്റ് വഴി സ്വർണം കടത്തുകയും അതേപോലെ വിദേശത്തെ പോയി ഫണ്ട് പിരിവ് നടത്തുകയും ചെയ്തതിന് ആരോപണ വിധേയനായ വ്യക്തിയാണ് കേരള മുഖ്യമന്ത്രി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്പീക്കറുടെയും പ്രോട്ടോകോൾ ലംഘനങ്ങൾ വലിയ വിവാദവുമായതാണ്. ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിലായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. പിണറായി വിജയന് ഗൾഫ് രാജ്യങ്ങളിലുള്ള സാമ്പത്തിക ബന്ധത്തിന് കുടപിടിക്കാനാണോ വിദേശകാര്യ സെക്രട്ടറി നിയമനം എന്നും അറിയേണ്ടതുണ്ട് എന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും പിണറായി സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങളും പുറത്തു വരുന്നുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനത്തെ വലയ്ക്കുന്നതാണ് എന്ന ആക്ഷേപവും വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. കെ സുരേന്ദ്രൻ പറയുന്ന കാര്യം രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്ന വിദേശകാര്യ സെക്രട്ടറി നിയമനം ഉടൻ റദ്ദാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നുള്ളതാണ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ ഇത്തരം നിയമനങ്ങൾ നടത്തി തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന നടപടിയാണ് സർക്കാർ കൈക്കൊള്ളുന്നത് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാർ ഈ പറഞ്ഞ കടക്കണിയിൽ നിന്നും എങ്ങനെ കരകയറും, എന്തൊക്കെ നീക്കങ്ങൾ നടത്തും, ജനത്തിന്റെ പ്രതികരണം എങ്ങനെയാണ്, ഇനി ഇടതുപക്ഷത്തിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.